ബഹുമാന്യനായ അധ്യക്ഷൻ, തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ P. ബാലചന്ദ്രൻ, മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ മുൻ MLAയും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, സ്വാഗതം ആശംസിച്ച DTE ബഹുമാന്യനായ ഡോക്ടർ ജയപ്രകാശ് P, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ ഉൾപ്പെടെയുള്ള മറ്റ് ബഹുമാന്യ സുഹൃത്തുക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കലാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായ ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കേരളത്തെ ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാക്കി രൂപപ്പെടുത്തുക, ഒരു പീപ്പിൾ സെൻട്രിക് നോളജ് സൊസൈറ്റി എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ വളർത്തുകയും ഒരു നോളജ് ഇക്കോണമിയിലൂടെ നാടിൻ്റെ സമ്പദ്ഘടന വിപുലീകരിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരം നമ്മൾ ആർജിച്ച അറിവ് ഉപയോഗിച്ച് ഉയർത്തുകയുമെല്ലാം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ നവവൈജ്ഞാനിക സമൂഹ രൂപീകരണത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണന നൽകിയ 5 വർഷക്കാലമാണ് നാം പിന്നിടുന്നത്. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നല്ലതുപോലെ ബജറ്ററി അലോക്കേഷൻസ് ഉറപ്പാക്കിക്കൊണ്ട് കാതലായ നിർമ്മാണ പ്രവർത്തികളിലേക്കും അടിസ്ഥാനപരമായ ഉള്ളടക്കത്തിൻ്റെ മാറ്റങ്ങളിലേക്കും പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ അഭിമാനപൂർവ്വം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ 4 വർഷക്കാലം 6000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിക്കുകയും 2000 കോടി രൂപയിലേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയും ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത്. ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ഒരു പോളിടെക്നിക് കോളേജിലെയും നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനമാണ് നാം ഏവരും ചേർന്ന് നിർവഹിക്കുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 10.25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കും നിങ്ങളേവരെയും പ്രതിനിധീകരിച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഓൺലൈനായി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഇതര കലാലയങ്ങളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് 1.2 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനവും 3.95 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സെൻറ്റർ ഫോർ കൺസ്ട്രക്ഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നടത്തിയതായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 7.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലെക്ചർ ഹാൾ കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരുമ്പാവൂരിൽ മിനി ഇൻഡസ്ട്രിയൽ യൂണിറ്റിനായി 1.16 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. അതിൻ്റെ ആദ്യഘട്ടമായ 35 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ യൂണിറ്റിൻ്റെയും 5.77 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അക്കാഡമിക് ബ്ലോക്കിൻ്റെയും ഉദ്ഘാടനം ചെയ്തതായും പ്രഖ്യാപിക്കുന്നു. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി 22.6 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മെൻസ് ഹോസ്റ്റൽ മൾട്ടി സ്റ്റോർഡ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ശേഷം പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 17.89 കോടി രൂപയ്ക്ക് 254 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഹോസ്റ്റൽ
നിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഈ ലോകത്ത് ആ മേഖലയിലുണ്ടാകുന്ന ഓരോ പുതുചലനവും നമ്മുടെ സമൂഹത്തിന് അതേ സന്ദർഭത്തിൽ ലഭ്യമാക്കാൻ ഉതകുന്ന വിധത്തിൽ വലിയ സംവേദനക്ഷമതയുള്ള യുവജനങ്ങളെ വാർത്തെടുക്കുക എന്ന കാര്യത്തിൽ ശ്രദ്ധാപൂർവം തന്നെ ചുവടുവയ്പ്പുകൾ വയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും ഇതര ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാഖകളിലും കരിക്കുലം പരിഷ്കരണം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് സമഗ്രവും സമൂലവുമായ മുന്നേറ്റങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം നൽകുന്ന സമീപനത്തിലേക്ക് സജീവമായി നീങ്ങാനും ഇൻഡസ്ട്രി അക്കാദമിയ ഇൻ്റർഫേസ് ശക്തിപ്പെടുത്താനും ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ കലാലയങ്ങളിലും പടുത്തുയർത്താനുമെല്ലാം വളരെ പ്രതിബദ്ധതയോടുകൂടി തന്നെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. KDISCിൻ്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ധനസഹായവും ഗൈഡൻസും മെൻറ്ററിങ്ങും എല്ലാം ഗവേഷണ കുതുകികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകി അവരുടെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ വിജയകരമായ നിലയിൽ തന്നെ ഒട്ടേറെ നൂതനാശയങ്ങൾ നാടിനു ചേർന്ന സാങ്കേതിക വിദ്യ എന്ന നിലയിൽ വികസിപ്പിക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. യങ് ഇന്നോവേറ്റേഴ്സിൻ്റെ മീറ്റ് നടന്ന വേളയിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അവതരണങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് സാഭിമാനം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. 500-ൽ പരം ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്ററുകൾ ഇന്ന് നമ്മുടെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പോളിടെക്നിക്കുകളിൽ നല്ല നിലയിൽ ഏറ്റെടുത്തിട്ടുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിനാവശ്യമുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്നു. യങ് ഇന്നോവേറ്റേഴ്സ് ക്ലബ്ബ് പോളിടെക്നിക്കുകളിൽ രൂപീകൃതമായിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെയും ഒക്കെ മേഖലയിൽ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് വികസിപ്പിക്കാൻ ഈ കാലയളവിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പുതിയ കോഴ്സുകൾ അനുവദിക്കാൻ ഈ സന്ദർഭത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ കോളേജിലേക്ക് പുതുതായി കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 3 പോസ്റ്റുകളും ഇലക്ട്രോണിക്സിൽ 3 പോസ്റ്റുകളും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1 പോസ്റ്റും ഇന്നലെ ഇറങ്ങിയ ഉത്തരവിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സസന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അധ്യാപകർ ആവശ്യപ്പെട്ട പ്രകാരമാണ് അതിദ്രുതം നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ ഉത്തരവ് ഇറങ്ങുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചത്. ആവശ്യപ്പെട്ട അത്ര ആയോ എന്ന് ചോദിച്ചാൽ അത് ഫിനാൻസിൻ്റെ അനുമതി അനുസരിച്ച് പരമാവധി ലഭ്യമാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1, ECEയിൽ 3. തുടർന്നും ഈ കലാലയത്തെ ഇതര എഞ്ചിനീയറിംഗ് കോളേജുകളെ മികവിൻ്റെ പാതയിലൂടെ നയിക്കുന്നതിനുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. 2 വർഷം മുമ്പ് KTU ധീരമായൊരു തീരുമാനമെടുത്തിരുന്നു. 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു നൽകുന്ന 1000 പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനായിരുന്നു തീരുമാനം. 30 കോടി രൂപ KTU അതിനുവേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. വിജയപ്രദമായ നിലയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്ത് പിടിച്ച് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി.
കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ ജെൻ റോബോട്ടിക്സ് എന്ന സ്ഥാപനത്തിൽ അണിനിരന്ന 25 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാർ മാൻഹോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ബാൻഡിക്യൂട്ട് എന്ന റോബോട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള, മെട്രോപൊളിറ്റൻ സിറ്റീസിൽ നിന്നൊക്കെ ഡിമാൻഡുള്ള ആ റോബോട്ടിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രശ്ന പരിഹാരത്തിന് വിദ്യാർത്ഥികളുടെ ഫ്രഷായ മസ്തിഷ്കങ്ങളിൽ വിരിയുന്ന നൂതനാശയങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതിലാണ് ചെന്നെത്തിയത്. അത് ഫലപ്രദമായ നിലയിൽ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടമായി കരുതുകയാണ്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ബഹിരാകാശത്ത് സഞ്ചരിച്ച് തിരിച്ചെത്തിയ LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ പെൺകുട്ടികളും അധ്യാപികമാരും ചേർന്നുണ്ടാക്കിയ VSAT എന്ന സാറ്റലൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് നാം കണക്കാക്കുകയാണ്. അങ്ങനെ ഒരുപാട് പുത്തൻ കണ്ടുപിടുത്തങ്ങൾ, ഇന്നോവേറ്റീവായ ആശയങ്ങൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ നമുക്ക് വികസിപ്പിക്കാനായിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോമൺ ലബോറട്ടറി ഫെസിലിറ്റീസ് കേരള സർവകലാശാലയിലും കുസാറ്റിലും മഹാത്മാഗാന്ധി സർവകലാശാലയിലുമെല്ലാം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് കിസ്റ്റി എന്ന പേരിൽ കേരള സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്ന പേരിൽ ഒരു കേന്ദ്രം തയ്യാറാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരള റിസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്ക് എന്ന പേരിൽ മറ്റൊരു മികവിൻ്റെ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കൂടുതലായി റിസർച്ചിൻ്റെ മേഖലയിലേക്ക് കടന്നു വരണമെന്നും നാടിനാവശ്യമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമെല്ലാം ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തി സമൂഹത്തിന് നൽകാൻ തയ്യാറാകണമെന്നുമുള്ള വിനയപൂർണമായൊരു അഭ്യർത്ഥന ഞാനിവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പ്രചോദനം പകരുന്ന നില സ്വീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സർഗശേഷിയെ തട്ടും തടവുമില്ലാതെ വികസിപ്പിക്കാൻ കഴിയുന്ന സർഗാത്മക അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസുകളിൽ നിലനിർത്താൻ അധ്യാപക സുഹൃത്തുക്കളും രക്ഷിതാക്കളും സ്ഥാപനത്തിൻ്റെ ഇതര അഭ്യുദയകാംക്ഷികളും കൈകോർത്ത് പിടിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വിവിധ സ്ഥാപനങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കലാലയ സമൂഹങ്ങളാകെ തന്നെ 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകമുയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തങ്ങളുടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും നിരന്തരം ആവശ്യപ്പെടുന്നത് പോലെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുക എന്ന ആ ഒരു പ്രഖ്യാപനം അത് പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് ഇനിയും കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിവിധ കലാലയങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കുകളുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീ MA ഉസ്മാനെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു.
അടുത്തതായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീ KJ ജോസഫിനെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം പ്രിയമുള്ളവരെ, മന്ത്രി മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ട്. ഞാനെൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. നമ്മുടെ കോളേജിനെ